എന്തിനാണ് അധികം നമ്മൾ സമ്പാദിക്കുന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനിങ്ങനെ പറയും, ഈ ഏക്കർ കണക്കിനൊക്കെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഒരു കണക്കിലും മണ്ടന്മാരാണെന്ന് പറയാറുണ്ട്, എല്ലാ കണക്കിലും അല്ല. കാരണം നമ്മുടെ കയ്യിലൊക്കെ 1-2 ഏക്കർ ഉണ്ടെങ്കിൽ ഇപ്പം കുറിച്ചിട്ടോ നിങ്ങൾ മരിച്ച് ഒരു 10 കൊല്ലം കഴിയുമ്പം അബ്രഹാം പിതാവിനോടൊന്ന് പറയണം, ഞാൻ വിളപ്പിൽശാല വരെ ഒന്ന് പോയേച്ച് വരാം, എൻ്റെ 1.5 ഏക്കറും എൻ്റെ മക്കളും സുഖമായിരിക്കുന്നു എന്നൊന്ന് അന്വേഷിച്ചേച്ച് വരാം. അബ്രഹാം പിതാവ് പറഞ്ഞു, പോയിട്ട് വാ, വൈകുന്നേരമാകുമ്പോഴേക്കെങ്കിൽ തിരിച്ചെത്തണം കേട്ടോ. ഒരു ഭാവന. നമ്മളങ്ങനെ പതൊക്കെ ചാണ്ടി ഇവിടെ വരിക. എവിടെ? വിളപ്പിൽശാലയിൽ. ഇവിടെ വന്നപ്പം വീടൊന്നും കാണാനില്ല, 1.5 ഏക്കർ റബ്ബർ തോട്ടവും കാണാനില്ല, തെങ്ങിൻ തോട്ടവും കാണാനില്ല. എന്താ കാര്യം? നിങ്ങൾ ചത്ത് അടിയന്തരം കഴിയും മുമ്പേ അവനത് മുറിച്ച് വിറ്റിരിക്കും. മിക്കവാറും കുറേ ഫ്ലാറ്റുകളുടെ സമുച്ചയം കാണും. പിന്നെ വീട് ഏതാണെന്ന് മനസ്സിലാക്കാൻ വീട്ടുപേര് എഴുതി അടക്കപ്പറമ്പിൽ. ശരി, വീട്ടുപേര് കണ്ടുപിടിച്ചു, മകൻ്റെ പേരുമുണ്ട്, മനസ്സിലായി ഈ 2 നിലയാണ് അവൻ്റെ 1 നിലയിലുമല്ലാത്തവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. എൻ്റെതായ ശൈലി ഞാൻ പറയാണ് കേട്ടോ. അതാണ്ട് ഇതുപോലത്തെ ഒരു കൊച്ചൻ വന്ന് ചോദിച്ചു, ആരാ? നമ്മൾ ചോദിച്ചു, നീ ആരാ? നമുക്ക് മനസ്സിലായി നമ്മുടെ മകൻ്റെ കൊച്ചുമോനാണ്. പുള്ളി പറഞ്ഞു, നിങ്ങളാരാ? അവൻ പറഞ്ഞു, നീ ആരാ? നിങ്ങളാരാ? പുള്ളി പറഞ്ഞു, നിന്റെ അപ്പൻ്റെ അപ്പനാണ് ഞാൻ. ഉടനെ അവൻ്റെ അകത്തെത്തിച്ച് പറയും, മമ്മി ഒരു പ്രാന്തം വന്നിട്ടുണ്ട്, എന്താന്ന് വെച്ചാൽ കൊടുത്തു വിടാൻ പറയും. കാരണം നിങ്ങൾക്ക് കൊല്ലം പിടികിട്ടിയോ? ജീവിച്ചിരിക്കുമ്പോൾ ക്രയവിക്രയ സ്വാതന്ത്ര്യം ചെയ്യാമെന്നുള്ളതല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തമെന്ന് പറയാൻ ലോകത്തിലൊന്നുമില്ല. സമ്പാദിച്ചു കൂട്ടുന്ന ഒന്നും സ്വന്തമല്ല. ഞാൻ ഒറ്റവാക്കി പറയാം, വാഹനം സ്വന്തമാണോ? അല്ലെന്നാണ് പറയേണ്ടത്. കാരണം സർക്കാരിൻ്റെ വകയല്ലേ, അതുകൊണ്ടല്ലേ ടാക്സൊക്കെ നമ്മൾ അടയ്ക്കുന്നത്. നമ്മുടെ ഭൂമി സ്വന്തമാണോ? അല്ലെന്നാ പറയുന്ന. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആധാരം എഴുതുമ്പം ഒരു പദം എഴുതും. ഞാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വസ്തു മേടിക്കുമ്പം കണ്ടിട്ടുണ്ട്, പണ്ടാരവക. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പണ്ടാരവക ഭൂമി. ഞാൻ ചോദിച്ചു, എന്തോ വെച്ചാൽ ഈ പണ്ടാരവക? അയാൾ പറഞ്ഞു, പണ്ട് ആരുടെയോ വക, അതിൻ്റെ പേരാ പണ്ടാരവക. ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടെ, തമാശയ്ക്ക് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. പണ്ടാരുടെയോ വക. അതുകൊണ്ടല്ലേ നമ്മൾ ടാക്സ് അടയ്ക്കുന്നേ. വീട് നമ്മുടെയാണോ? അല്ലെന്നേ, സർക്കാരിൻ്റെ അല്ലേ. അതുകൊണ്ടല്ലേ 1.5 കോടി രൂപയ്ക്ക് 750 രൂപ പഞ്ചായത്ത് ടാക്സ് അടയ്ക്കുന്നത്. അല്ല, ഈ റോഡ് നമ്മുടെയാണോ? അല്ലെന്നേ, അതുകൊണ്ടല്ലേ റോഡ് ടാക്സ് അടയ്ക്കുന്നത്. അല്ല, ഭാര്യയും ഭർത്താവും നമ്മുടെയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, കുടുംബകലഹം ഉണ്ടാക്കല്ലേ. ഒരർത്ഥത്തിലല്ല. എന്താ കാര്യം? മക്കൾ യഹോവ നൽകുന്ന അവകാശമെന്ന, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമെന്ന. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു? അവനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അമ്പും വില്ലും ചേർത്ത് പിടിച്ചിരിക്കുന്ന കാണാൻ ഭംഗിയുണ്ടെങ്കിലും അധിക നാൾ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അവരെ വിട്ടേ പറ്റത്തുള്ളൂ. 20-ാമത്തെ വയസ്സിൽ ഞാൻ മൂത്ത അമ്പിനെ പറഞ്ഞു വിട്ടു. 23-ാമത്തെ വയസ്സിൽ 2-ാമത്തെ അമ്പിനെയും പറഞ്ഞു വിട്ടു. മനസ്സിലായില്ലോ? പിള്ളേരെ കല്യാണം കഴിപ്പിച്ചെന്നായി പറഞ്ഞത്. അവരൊന്നും പിന്നെ തിരിച്ചു വരത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും, എടി ഒരു 10 ദിവസം വന്ന് ഇവിടെ നിൽക്കടി. പിള്ളേർ പറയും, വീട്ടിൽ കോഴിയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. കോഴിയാണോ പട്ടിയാണോ അമ്മയാണോ വലുത്? കോഴിയാ വലുത്. 25 കൊല്ലം വരെ നമ്മളായിരുന്നു വലുത്. പക്ഷേ 26-ാമത്തെ കൊല്ലം 10 പട്ടിയാണ്, 10 കോഴിയാണ് വലുത്. അതുകൊണ്ട് സ്വന്തമെന്ന് പറയാൻ ലോകത്തിലൊന്നുമില്ല. ഭാര്യ സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ തക്കത്തോടെ ഇടയ്ക്ക് വന്നതല്ലേ, ഇടയ്ക്കത് ഇട്ടച്ച് പോകത്തില്ലേ. നമ്മൾ പോലും നമ്മുടെ സ്വന്തമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇന്ന് രാത്രിയിൽ വിളപ്പിൽശാലയിൽ ധൈര്യത്തോടെ നെഞ്ചിൽ കൈവച്ച് ചങ്കൂറ്റത്തോടെ അഭിമാനത്തോടെ അന്തസ്സോടെ 1,00,000 വാട്സിന്റെ സൗണ്ടിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിൽ സ്വന്തമെന്ന് പറയാൻ ഒന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അകത്ത് സ്വീകരിച്ചാൽ ഒരു സർക്കാരും അത് നിനക്ക് കെട്ടിയടക്കേണ്ടി വരില്ല. യേശുവിനെ ഹൃദയത്തിനകത്ത് നിന്ന് വെളിയിൽ തള്ളാൻ ഒരു സർക്കാരിനും കഴിയത്തില്ല. അതുകൊണ്ട് ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു, യേശുവിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ നിനക്കെന്തെങ്കിലും നഷ്ടം വന്നാലും അകത്ത് കിടക്കുന്ന കർത്താവ് സർവ്വഭൂമിക്കും അധികാരിയാകയാൽ യേശു സ്വന്തമായിട്ടുള്ളവർക്ക് ഈ ലോകം ഒരു പ്രശ്നമേ അല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടം വിട്ടുപോയാലും 5-ാമത്തൊരു വീട് 8.25 കോടിയിൽ പരം വരുന്ന സ്വത്തിനെ പിറകോട്ട് തള്ളിയ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, പിൻപിലുള്ളതിനെ ബാക്കി പറയാമോ? മറക്കണമെങ്കിൽ എവിടെ എറിയണം? അതോടെ പറ. മറക്കണമെങ്കിൽ എവിടെ എറിയണം?
പണം, ബാക്കി വരുന്ന പണം ബാങ്കിലിടും. പാസ്ബുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും ഒന്ന് എൻ്റർ ചെയ്തതാ, പലിശ എത്ര കൂടിയെന്നറിയാനാ. ബാക്കി വന്ന ഭക്ഷണം എന്തോ ചെയ്യും, നിങ്ങളുടെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. ഇടയ്ക്ക് നമ്മൾ മണത്ത് നോക്കും, വളിച്ചോ പുളിച്ചോ എന്നറിയാനാ. ബാക്കി വരുന്ന സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ് ഫ്രിഡ്ജ്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെയെല്ലാം പൗലോസ് അത് ഇട്ടത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാലത്തും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പേരാ വേസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. വീട്ടിനകത്ത് ചീഞ്ഞു നാറിയ സംഗതികൾ വിളപ്പിൽശാല സിറ്റിക്കകത്തുള്ള ആ വേസ്റ്റ് ബോക്സിൽ എറിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാറേ ഇല്ല. ഇതാ പൗലോസ് പറയുന്നത്, എൻ്റെ 8.25 കോടി സ്വത്തൊക്കെ ഉണ്ട്, ഞാൻ എവിടെ എറിഞ്ഞെന്നറിയാമോ? വീടും എടുക്കാവുന്ന വിധമല്ല എറിഞ്ഞത്, പിൻപിലുള്ളതിനെ മറന്നു, പിൻപിലുള്ളതിനെ മറന്നു. എന്നിട്ട് 5ാമത്തെ വീട്, വാർദ്ധക്യം കുളിരുകോറിയ ചർമ്മം പുതയ്ക്കുവാൻ ഒരു പുതപ്പ് ആ മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വായിക്കുവാൻ ഒരു ലിഖിതം മറന്നുപോയി. പക്ഷെ മറന്നുപോകാതെ 5ാമത്തെ വീട് അകത്ത് സൂക്ഷിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ അഴിയാത്തൊരു വീട് മരക്കിട്ടുറപ്പിക്കുവാൻ സുഹൃത്തെ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. എന്നാൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് വാടകയ്ക്ക് കിടക്കുന്നവരാണെങ്കിലും ഞങ്ങൾ കരമടിച്ച് ആഘോഷത്തോടെ പറയുന്നു, ഞങ്ങൾക്കൊരു 5ാമതൊരു വീടുണ്ട്, അഴിയാത്തൊരു വീടുണ്ട്. സിമെന്റും കമ്പിയും കൂടെ കൂട്ടിക്കുഴച്ച കോൺക്രീറ്റിന്റെ കുരിശിൽ മരിച്ച കർത്താവിനെ അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെയാ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയട്ടെ, ആത്മീക ആഹാരത്തിന്, നിത്യജീവന് പ്രാധാന്യം നൽകുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വീട്ടിനകത്തൊരു മെമ്പർഷിപ്പ് കരസ്ഥമാക്കിയവർ ഇരുകരവും ചേർത്തടിച്ച് ഇന്ന് രാത്രി പറയണം, 5ാമത്തെ വീടാണ് എന്റെ ശരിയായ വീട് എന്ന്.